ഹലോ ഗൈസ്, സുഖല്ലേ? നല്ല ബർഗറിൽ ഉണ്ടാക്കുന്നുണ്ട് ഫഹദ്. വൈകുന്നേരം പൈച്ചിട്ട് വരുമ്പോൾ ഫഹദ് ബർഗർ ഉണ്ടാക്കുന്നു. ഒന്ന് നീ എടുത്തോ. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഞാനും തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഉപ്പിലിട്ടത് കാണുമ്പോൾ എടുത്തിട്ട് തോന്നുന്നുണ്ട്. ഓരോന്ന് ഇങ്ങനെ പറക്കി തോന്നുന്നു, നല്ല രസമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വൈര് ബഹിഷ്കരിക്കാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ സഹാറ സെന്ററിൽ പോകണ്ടേ. ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടായിന്. അങ്ങനെ അജ്മല് വണ്ടിയെല്ലാം നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് റൂമിലെത്തിയിട്ട് നമുക്ക് നല്ല ചക്കക്കുരു കറിയും ചപ്പാത്തിയിലും ഉണ്ടായിന്. മജ. ആ ചക്കക്കുരും പയറിലിട്ട് വെച്ച കറി നല്ല രസമുണ്ടായിന്. അതിൻ്റെ ഒക്കെ ഉപ്മാവ് കുറച്ചാക്കിയിട്ട് തിന്നാലോ വെച്ചിട്ട് രാവിലെ എണീച്ചതാ. മാവ് അടിക്കെല്ലാം പൊടിച്ചിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. ഏതായാലും ബന്ധിന് നല്ല രസം ഉണ്ടായിരുന്നു. സതീശേട്ടൻ നെല്ലിക്ക ഉപ്പിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല പാലിൽ റെഡി ചെയ്യാനാണ് വെക്കുന്നുണ്ട്. പപ്പനാടെ മീനെല്ലാം മുറിച്ചിട്ടുണ്ട്. കായ് അവിടെ പൂങ്ങാൻ വെച്ചിന്. എല്ലാവർക്കും കായ് വേണമെന്നുണ്ട് പൊങ്ങിയിട്ട് ഉണ്ടാക്കല് ആക്കി കൊടുത്തു. ഒരു പുളിമുട്ടായി ആരോ നാട്ടിൽ നിന്ന് കൊണ്ടിന്. ആര് കൊണ്ടിനെന്ന് അറിയില്ല. അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് തിന്നു. കുറെ കാലമല്ലേ ഇതിൽ തിന്നിട്ട്. നിങ്ങളോ? ഉച്ചക്കിലേക്കെല്ലാം ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പപ്പ നല്ല മീൻകറിയും ചോറും വറവും അങ്ങനെ അതെല്ലാം വെച്ചിട്ട് നേരെ ഒന്ന് നടക്കാൻ ഇറങ്ങി. റൂമിലിരുന്നിട്ട് ആകെ പ്രാന്ത. ഇത് നമ്മൾ സ്വന്തം നാസർ ഞാണിക്കണത്. ഓനെയും കണ്ടിട്ട് നേരെ റൂമിലെത്തുമ്പോൾ തങ്ങട് നല്ല ദോശയെല്ലാം ചുടുന്നുണ്ട്. നല്ല ക്രിസ്പിയായ ദോശ. അത് കാണുമ്പോൾ എങ്ങനെ തിന്നാതിക്കല്. ആ ക്രിസ്പിയോട് കൂടി തിന്നുമ്പോൾ അല്ല അതിന്റെ ഒരു മജ. ആടോ ആ പൊരിഞ്ഞ ദോശ ആ മീൻകറിയും കൂട്ടിയിട്ട് തിന്നുമ്പോണ്ടല്ലോ എന്ത് വാങ്ങ്. അജ്മല് നല്ല മിച്ചറെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആടെ ഇരിക്കുമ്പോൾ ശമനൊക്കെ മാങ്ങയില മുറിച്ചിട്ട് കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഉപ്പും മുളക് ഇതെല്ലാം ഇട്ടിട്ട് തിന്നുമ്പോണ്ട എന്ത് വാങ്ങ്. അപ്പൊ ഓക്കെ, ബൈ.